കേരളത്തിൻ്റെ കാടിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് വേറെ ഏത് കാട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടുതൽ, ഒട്ടും ചൂടും അതുപോലെ തന്നെ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. ആ ഒരു ആനേനെയാണ് നമ്മൾ പലപ്പോഴും ഉത്സവത്തിനൊക്കെ കൊണ്ടുപോയിട്ട് ഒരു വെയിലത്ത് കൊണ്ടുപോയി നിർത്തുന്നത്. അതുപോലെ തന്നെ മാർച്ച് മാസത്തെ വെയിൽ നമുക്ക് അറിയാലോ, അത്രയും ചൂടിൽ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഷോട്ടൊക്കെ കിട്ടിയത്. ഇപ്പം ടൗണിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ കാട്ടിൽ കടുവെള്ളമുണ്ടാണ് വെള്ളം കിട്ടുന്നത് അയാൾക്ക് അറിയില്ല. അതിൽ തന്നെ കാക്കയുണ്ട്. കാക്ക രണ്ട് തരത്തിലുള്ള കാക്കകൾ. നമ്മൾ എത്രത്തോളം പതുക്കെ പോകുന്നോ ശബ്ദമില്ലാണ്ട് പോകുന്നോ ആ സമയത്ത് കാട് നമുക്ക് വേണ്ടിയിട്ട് പല കാഴ്ചകളും സമ്മാനിക്കും. ശരിക്കും ആ ഒരു പക്ഷി അറിഞ്ഞില്ല, പക്ഷി പോലും അറിയില്ല നാട്ടിലൊരു മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പലരും ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് എപ്പോഴും ഒരു ഡ്രീമാണ്. കാരണം കേരളത്തിലെ കാട്ടിലൊരു ടൈഗർ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ചിത്രം ഏത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ ആ ഒരു ചിത്രം കണ്ടിട്ടെങ്കിലും ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആളുകളിൽ ഇതിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറി സീറ്റ്. നമ്മുടെ കൂടെയുള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അഭിജിത്ത് പേരാമ്പ്രയാണ്. ഹായ്. ഹായ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഒരു 12 വർഷമായിട്ട് പാഷനായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് അല്ലേ? സാധാരണ നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ഈ ഒരു ചൈൽഡ്ഹുഡിൽ നമ്മൾ കാണുന്നത് കാർട്ടൂൺസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതാ ഇവിടെ വരുമ്പം ആനിമൽ പ്ലാനറ്റ് ഒക്കെ കൂടുതൽ പാഷനായിട്ട് എടുത്ത ഒരാളാണ്. എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്? പറഞ്ഞതുപോലെ ഏകദേശം 12 വർഷമായി ഇപ്പം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പാഷനായിട്ട് ചെയ്യുന്നത്. പണ്ട് കുട്ടിക്കാലത്ത് പറഞ്ഞ പോലെ കാർട്ടൂണും അതുപോലെ തന്നെ ചിത്രങ്ങൾ, പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ ഉള്ള പുസ്തകങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു മേഖലയിൽ അങ്ങനെ ആ ഒരു താല്പര്യം തോന്നിയത് കൊണ്ടാണ് പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നത്. ഫോട്ടോഗ്രാഫി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചുറ്റുപാടും കാണുന്ന ജീവികളെ നിരീക്ഷിക്കലായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഹോബി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ആനിമൽ പ്ലാനറ്റും അതുപോലെ തന്നെയുള്ള പക്ഷികളെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ ഒരുപാട് സഹായകമായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. അപ്പം എങ്ങനെയാ ചെറുപ്പകാലം തൊട്ട് ഇങ്ങനെ കാടിലേക്ക് ഇറങ്ങി ആ ഒരു വന്യത ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണോ? മീൻസ് കാടിലേക്ക് എപ്പോഴും പോകാറുണ്ടോ ചെറുപ്പം തൊട്ടേ? അതിലൊരു കാരണം, പിന്നെ അച്ഛനൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു സഹായകമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനോടൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് സമയമെടുത്ത് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ജാക്കൽസിന്റെ സ്റ്റോറിയായിരുന്നു. ഒരു ഹൗളിംഗ് ഹൗസ് ആയ ഒരു സ്റ്റോറി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്പീഷീസ് ഉണ്ട് നമ്മളൊരു വൈൽഡ് ലൈഫ് ഏരിയയിലേക്ക് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ അതിൽ നിന്ന് പെർട്ടിക്കുലറായിട്ട് ഈ ഒരു ജാക്കൽ എന്നുള്ള ഏരിയയിൽ തന്നെ എന്തുകൊണ്ടാണ് റിസർച്ച് ചെയ്യാൻ കാരണം? അത് ഒരു കാരണം, ഈ ജാക്കലിനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പൊതുവെ കുറുനരി എന്നുള്ള പേരിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. കുറുക്കൻ എന്നും പറയാറുണ്ട്. അപ്പം ഈ ഗോൾഡൻ ജാക്കൽ എന്ന് പറയുന്ന ഈ ഒരു ജീവി, ഇതിനെപ്പറ്റി വലിയ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ കുറുനരി എന്ന് പറയുന്ന ഗോൾഡൻ ജാക്കൽ എന്ന് പറയുന്ന ജീവി കുറുക്കനാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു മാതൃഭൂമിയിൽ വന്നിരുന്ന ഒരു ആർട്ടിക്കിൾ വഴിയാണ് ഇത് കുറുക്കനല്ല കുറുനരിയാണ്, പേരിൽ വ്യത്യാസം ഉണ്ടാവും, നോർമലി അങ്ങനെ പുതിയ പേര് കുറുക്കനാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഞാനിവിടെ കുറുനരി എന്നാണ് ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന ഗോൾഡൻ ജാക്കൽ എന്ന് പറയുന്ന ജീവി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റി വലിയ പഠനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കോമൺ ആണ്, ഇപ്പോഴും കോമൺ ആണ്. അപ്പം ആ സമയത്ത് ഞാൻ ഇതിന് കുറേ ചിത്രങ്ങളൊക്കെ എടുത്തിരുന്നു. ഏകദേശം 7 വർഷമായിട്ട് എൻ്റെ ചിത്രങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇതിനെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിനെപ്പറ്റി വലിയ പഠനങ്ങളില്ല. അപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു പഠനം നടത്തുക എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡോക്യുമെൻ്ററിലേക്ക് വരുന്നത്. കാരണം ഞാൻ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളല്ല, ഞാൻ ആർട്സൊക്കെ പഠിച്ചിട്ട് വരുന്ന ഒരാളായതുകൊണ്ട് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളതുകൊണ്ടും പിന്നെ ഈ ഒരു ജീവിയെ പറ്റി വലിയ പഠനങ്ങളില്ലാത്തതുകൊണ്ടും അതിനെപ്പറ്റി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു പഠനം നടത്താന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിലേക്ക് വരുന്നത്. അങ്ങനെ ഏകദേശം 2 വർഷം കൊണ്ടാണ് ആ ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തത്. എൻ്റെ നാട്ടിൽ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കോറിയുണ്ട്, അവിടെ ഈ കുറുനരികളെ ധാരാളമായിട്ട് കാണലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം ഇതിനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം 2 വർഷം കൊണ്ടാണ് ആ ഒരു ഡോക്യുമെൻ്ററി കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും പോസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിൻ്റെ ഒരു ലൈഫ് മുഴുവൻ എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, പല ഷോട്ടുകളും കിട്ടുന്ന ഷോട്ടുകൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം വെയിറ്റ് ചെയ്യും. അന്നൊന്നും ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല, കാണണമെന്നില്ല. കാരണം മനുഷ്യനെ ഇണക്കി വളർത്താത്ത ജീവിയാണ് ഈ വൈൽഡ് ലൈഫിൽ വരുന്ന ഏത് ജീവിയാണെങ്കിലും. അപ്പോൾ ഇതിനൊക്കെ അത്രയും ടൈമിൽ നമ്മൾ റിസ്ക് എടുത്ത് ഇരുന്നാൽ മാത്രമാണ് നല്ല ഷോട്ടുകൾ കിട്ടുള്ളൂ.
അപ്പം അങ്ങനെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കുറുനരി എന്ന് പറഞ്ഞു, നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് കുറുക്കനാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കുറുനരി കുറുക്കൻ ശരിക്കും നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലൊരു പുതിയ ഇൻഫർമേഷൻ കൊടുക്കാൻ ഈ ഒരു ഡോക്യുമെന്ററി ശരിക്കും സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഞാനും നേരത്തെ പറഞ്ഞ ഞാനും ആദ്യം ഈ കുറുക്കൻ തന്നെയാണ് നമ്മളെ നാട്ടിൽ കാണുന്നതെന്ന് കരുതിയിരുന്ന ഒരാളാണ്. ഈ ന്യൂസിൽ വന്നിരുന്ന ഒരു ആർട്ടിക്കിൾ വഴിയാണ് ഞാൻ ഇതിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെന്ററിയിലേക്ക് വരുന്നത്. കാരണം ഈ കുറുനരികളെ പറ്റിയിട്ട് ആർക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഡോക്യുമെന്ററിയിലേക്ക് വന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം പൊതുവേ പറയാനുള്ളത്, കുറുനരികളാണ് നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ നാട്ടിലൊക്കെ വൈകുന്നേരങ്ങളിൽ കൂക്കി വിളിക്കുന്നത്, അല്ലെങ്കിൽ ഓരിയിട എന്നൊക്കെ പറയുന്നത്. അത് പണ്ട് നമ്മൾ പഠിച്ചിരുന്നത് കുറുക്കനാണ് വൈകുന്നേരങ്ങളിൽ ഓരിയിട എന്നുള്ളൊരു കഥ നമ്മൾ പണ്ട് ചെറിയ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു മിത്തായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്തു നോക്കി. പിന്നെ കുറുനരികളിൽ പറയാനുള്ളത്, ഏറ്റവും നമ്മൾ പണ്ട് മുതലേ കേട്ടിരുന്ന ഒരു കഥയാണ് കോഴിക്കൂട്ടിലെ കോഴിനെ പിടിക്കുന്നത് കുറുക്കനാണ് എന്നുള്ളത്. ശരിക്കും കോഴിനെ പിടിക്കുന്നത് കുറുക്കന്മാരല്ല, അത് കുറുനരി എന്ന് പറയുന്നത് ഗോൾഡൻ ജാക്കൽ എന്ന് പറയുന്ന ജീവിയാണ്. നമ്മൾ പല കഥകളിലും പിന്നെ കുട്ടി കഥകളിൽ ചെറിയ ബാലരമയിലാണെങ്കിലും പല പുസ്തകങ്ങളിലും പിന്നെ കോഴിനെ പിടിക്കാൻ വരുന്ന കുറുക്കൻ്റെ അല്ലെങ്കിൽ സൂത്രശാലിയായ കുറുക്കൻ എന്നൊക്കെയുള്ള കഥകളാണ് നമ്മൾ കേട്ടത്. ശരിക്കും അങ്ങനെയല്ല. നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴികളൊക്കെ കൂടൊക്കെ ആക്രമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിയാണ് ഈ കുറുനരി. കാരണം ഈ കുറുനരിയും കുറുക്കനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇവർ സൈസിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഏകദേശം ഒരു പട്ടിയുടെ വലുപ്പമാണ് ഈ കുറുനരികൾക്കുള്ളത്. ഒറ്റനോട്ടത്തിൽ പട്ടിയെ പോലെ തന്നെ തോന്നുമെങ്കിലും പക്ഷേ അവരുടെ പിന്നെ ശരീരത്തിൻ്റെ നിറങ്ങളിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഷേപ്പിലാണെങ്കിലൊക്കെ ടൈലിലാണെങ്കിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കുറുക്കൻ എന്ന് പറയുന്നത്, അതായത് ഫോക്സ് എന്ന് പറയുന്ന, ഇന്ത്യൻ ഫോക്സ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ പേരിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഫോക്സ് എന്ന് പറയുന്ന, ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാറില്ലാത്ത, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാറില്ലാത്ത കുഞ്ഞു കുറുക്കൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഫോക്സ് എന്ന് പറയുന്ന ജീവി ശരിക്കും ഒരു കാട്ടുപൂച്ചയുടെയൊക്കെ അത്ര വലുപ്പം മാത്രം ഉണ്ടാകുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അതിനൊരിക്കലും പിന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിൻ്റെ കൂടെ ഒന്നും ആക്രമിച്ചിട്ട് കൊണ്ടുപോകാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അത്ര ബലമുള്ള അല്ലെങ്കിൽ ശക്തിയുള്ള ജീവിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു കഥ നമ്മൾ പണ്ടേ കേട്ടിരുന്നു. ആ ഒരു ശൈലിയിൽ നമ്മളങ്ങനെ തുടർന്ന് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനെ അംഗീകരിക്കാണെന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇത്രയും നേരം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനാണ് കുറുക്കനെ ശിക്ഷിച്ചത്. ഓക്കെ. അപ്പോൾ ഈ കുറുനരിയെ സ്റ്റഡി ചെയ്തപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ലൈഫ്, ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെയാണ്? അതിപ്പം ഫുഡാണെങ്കിലും മീറ്റ് ചെയ്യുന്നതാണെങ്കിലും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ? അപ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കോറിയിൽ നിന്നാണ് ഇവരെ ഡോക്യുമെൻ്ററി ചെയ്തത്. അവിടെ തന്നെയാണ് ഇവരെ ഒബ്സർവ് ചെയ്ത് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തത്. അപ്പം ഞാൻ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, കുറുനരികൾ പൊതുവെ ഒരു ചെറിയ പാക്കായിട്ടാണ് ജീവിക്കുന്നത്. ചെറിയ ഗ്രൂപ്പായിട്ടാണ്, ചെറിയ ഫാമിലി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. അതിൽ ഫീമെയിൽ ആയിരിക്കും പലപ്പോഴും ലീഡറായിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പായിട്ട് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണാറുള്ള കോറി അല്ലെങ്കിൽ ചെങ്കൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ കാട്, കുറ്റിക്കാട്, ആ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ പൊതുവെ താമസിക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലാണ് ഇവർ പൊതുവെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലങ്ങളാകുന്ന സമയത്ത് ഈ ചക്കയും മാങ്ങകളൊക്കെ പഴുക്കുമല്ലോ, ആ സമയത്ത് അതും ഈ കുറുനരികൾ വന്നിട്ട് കഴിക്കാറുണ്ട്. അതായത് കുറുനരികൾ ഒരു മിശ്ര ബുക്കാണെന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാലും മാംസങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് കുറുനരി. പക്ഷെ ഭക്ഷണത്തിൻ്റെ ഒക്കെ ലഭ്യത കുറയുന്ന സമയത്ത് ഈ പറഞ്ഞ ചക്ക, മാങ്ങ പോലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൃഗം കൂടിയാണ് ഈ കുറുനരി എന്നത്. കാരണം നമ്മുടെ റോഡൻ്റെ പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ കുറുനരിക്ക് അല്ലെങ്കിൽ കുറുനരിയിൽ പെടുന്ന കാനസ് ഫാമിലിയിൽ പെടുന്ന എല്ലാ ജീവികൾക്കും ഒരു പ്രധാന പങ്കുണ്ട്. അതെ, തീർച്ചയായിട്ടും എക്കോസിസ്റ്റ് വലിയൊരു പാർട്ടുണ്ട്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഹൈബ്രിഡ് ആയിട്ട്, അതായത് ഞങ്ങളെ മലബാർ ഏരിയയിലൊക്കെ പറയാം നായ് കുറുക്കൻ എന്ന് പറയാം. പേരിലൊരു പക്ഷേ പ്രശ്നം ഉണ്ടാവാം, നായ് കുറുക്കൻ അല്ലെങ്കിൽ പട്ടി കുറുനരി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയാം. ആ ഒരു ഹൈബ്രിഡ് സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തനതായിട്ടുള്ള കുറുനരീൻ്റെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല പല രീതിയിലുള്ള പിന്നെ പ്രശ്നങ്ങൾ, ഇപ്പം പട്ടിയിലുണ്ടാകുന്ന പല രോഗങ്ങൾ കുറുനരികൾക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇപ്പം പലരും പറയാറുള്ളത് ഈ ഹൈബ്രിഡ് ആയിട്ടുള്ള പുതിയ സ്പീഷീസ് പലപ്പോഴും മനുഷ്യനെ കാണുമ്പോൾ വലിയ പേടിയൊന്നുമില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ മനുഷ്യനെ ആക്രമിക്കാൻ ഒക്കെ സാധ്യത ഉണ്ടാവാം. കാരണം പട്ടിയുടെ ഇതിന് രണ്ടും കൂടെ ഉണ്ടാകുന്നൊരു പുതിയൊരു സ്പീഷീസ് ആണല്ലോ. അപ്പം കുറുനരിയിൽ നിന്നും മാറി പുതിയൊരു സാധനം വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ നമ്മുടെ എക്കോസിസ്റ്റത്തിനൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ബാലൻസ് തെറ്റിക്കാനുള്ളൊരു പുതിയൊരു സ്പീഷീസ് ആവാനുള്ള സാധ്യതയുണ്ട്. വൈൽഡ് വിട്ടിട്ട് ഡൊമസ്റ്റിക്കിലേക്കോ അല്ല, ഇതിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഒന്നാമത്തെ ഇതിനെപ്പറ്റി വലിയ പഠനങ്ങളില്ല എന്നുള്ളതാണ്. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഭാവി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ.
ഇപ്പൊ നാടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേരാമ്പ്ര എന്നുള്ള ഒരു നാട്. അപ്പൊ നമ്മൾ ഒരുപാട് ഇപ്പം അഭിജിത്തിന്റെ വീഡിയോസ് എടുത്താലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലെ വീഡിയോസ് എടുത്താലും നാട്ടിൽ നിന്ന് എടുത്ത ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട് ശരിക്കും നമ്മളെ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു ഫീൽഡിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടോ? വലിയൊരു റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ ഏകദേശം ഒരു 90% ചിത്രങ്ങൾ എൻ്റെ നാട്ടിൽ തന്നെ എടുത്താണ്. അതിൽ ആന, കടുവ, പുലി ഇതൊന്നും അല്ലാതെ ബാക്കിയുള്ള പക്ഷികളാണെങ്കിലും ചെറിയ ജീവികളാണെങ്കിലും ഒക്കെ തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എടുത്താണ്. നാട്ടിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് തന്നെ ഒരു കുറയുണ്ട്. ഞാൻ ഇപ്പം നേരത്തെ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഒരു കുറയുന്ന ഏകദേശം ഞാനൊരു 150ഓളം സ്പീഷീസ് പക്ഷികളെ തന്നെ അവിടെ നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുറുനരി, അതുപോലെ തന്നെ ജംഗിൾ കാറ്റ്, ഒരു മുള്ളംപന്നി, മരപ്പട്ടി, അങ്ങനെ പല ജീവികളും ആ ഒരു ചെറിയൊരു ഹാബിറ്റാറ്റ് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് എൻ്റെ നാട്ടിൽ മാത്രം പ്രത്യേകതയല്ല, നമ്മൾ ചുറ്റുപാട് ഇറങ്ങി നിരീക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാ ജീവികളും നമുക്ക് അവിടെ കാണാൻ പറ്റും. തുമ്പികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്, പിന്നെ അത്തരത്തിലുള്ള ഒരുപാട് ജീവികൾ നമുക്ക് ഒരു ചെറിയൊരു ഏരിയയിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ തവളകൾ, പലതരത്തിലുള്ള തവളകൾ, അതുപോലെ തന്നെ പാമ്പുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇൻസെക്റ്റുകൾ, പിന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സ്, ട്രീസ്, ഇതൊക്കെ നമ്മളെ ചെറിയൊരു സ്ഥലത്ത് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയത് ശരിക്കും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൽ വലിയൊരു റെസ്പോൺസ് കിട്ടിയപ്പം എനിക്കറിയുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് കണ്ടപ്പോഴാണ് നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണുമ്പോഴാണ് പുതിയ ഒരു ബേർഡ്സ് ആണെങ്കിലും ബട്ടർഫ്ലൈസ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു. ഈ നിശാശലഭം അതുപോലെ നമ്മുടെ സാധാരണ ചിത്രശലഭം രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. രണ്ടും ഒന്നല്ല. അത് ഏത് രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? അത് പലർക്കും പലരോടും മാറിപ്പോകുന്ന ഒരു സംഭവമാണ് ഈ ചിത്രശലഭവും പിന്നെ നിശാശലഭവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളത്. ചിത്രശലഭത്തെ നമ്മൾ ബട്ടർഫ്ലൈസ് എന്നാണ് പറയുക, നിശാശലഭത്തെ മോത്ത് എന്നാണ് പറയുക. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് രാവിലെ, അതായത് പകൽ സമയങ്ങളിൽ പറക്കുന്ന, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പകൽ സമയങ്ങളിൽ പറക്കുന്ന ശലഭങ്ങളെയാണ് നമ്മൾ ചിത്രശലഭം എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ പറക്കുന്നതിനെയാണ് നിശാശലഭം എന്ന് പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതിൽ തന്നെ പക്ഷേ നിശാശലഭങ്ങളിൽ പകൽ പറക്കുന്ന ഒരു നിശാശലഭമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാറുള്ള വെങ്കടനീലി എന്ന് പറയുന്ന ഒരു നിശാശലഭമുണ്ട്. ബ്ലൂ ടൈഗർ മോത്ത് എന്നാണ് അതിന് പറയാം. അതിൻ്റെ ലാർവേനൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചിത്രശലഭത്തിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. പക്ഷേ രാത്രികളിലും ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിലൊക്കെ വെട്ടമൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പം ചിത്രശലഭങ്ങൾ വരാറുണ്ട്. എന്നാൽ കൂടുതലും വരുന്നത് നിശാശലഭങ്ങളായിരിക്കും. അതുമാത്രമല്ല, ചിത്രശലഭങ്ങൾ പലപ്പോഴും ഇരിക്കുന്ന സമയത്ത് ചിറകുകൾ ഇങ്ങനെ അടച്ചിട്ടാണ് ഇരിക്കുക. എന്നാൽ നിശാശലഭങ്ങൾ പലപ്പോഴും ചിറക് വിടർത്തിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ചിത്രശലഭങ്ങൾ നല്ല കളർഫുൾ ആയിരിക്കും. എന്നാൽ അതേസമയം നിശാശലഭങ്ങളിൽ കുറച്ചുകൂടി ഡള്ളായിരിക്കും. എല്ലാം ഡള്ളാണെന്നല്ല, നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ചലഞ്ചിങ് ആയിട്ട്, ഇപ്പം ഈവൻ വെതർ ആണെങ്കിലും പെട്ടെന്ന് മഴ പെയ്തിട്ട് നമുക്ക് ഓടിപ്പോകാനുള്ള സാഹചര്യം ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽ ഫ്രണ്ടിലേക്ക് എത്തിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ലൈഫിൽ പറയാനായിട്ട്? അങ്ങനെ ഒരു അനുഭവം ഉള്ളത്, ഒരു തവണ കാട്ടു പോയ സമയത്ത് ഒരു വലിയൊരു പെരുമ്പാമ്പ് മാനിനെ ഇങ്ങനെ പിടിച്ച് ചുറ്റി വരിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിത്രങ്ങളെടുത്ത്, അപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് തന്നെ ഒരു ആനക്കൂട്ടം നേരെ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ആനക്കൂട്ടം ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് കുറേ ചിത്രങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് അത്രയും ടൈം കിട്ടിയില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണത്. അതിൽ പ്രത്യേകിച്ച് ഈ ആനകൾ എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്നാണ് അവർ സഞ്ചരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ ആ ഫ്രണ്ടിൽ കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ സാധ്യതകളൊക്കെ നോക്കുകയാണെങ്കിൽ എബ്രോഡിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സാധ്യതകൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ പോകാനായിട്ട്? സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, കുറച്ചുകൂടിയും നമുക്ക് ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ വലിയ രീതിയിലുള്ള എന്താ പറയുക വൈൽഡ് ലൈഫ് വെറൈറ്റികളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നമുക്ക് കുറച്ചുകൂടി സ്പീഷീസിനെ സ്പോട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അവിടെ ഗ്രേറ്റ് മൈഗ്രേഷനൊക്കെ നടക്കുന്ന സമയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധ്യതകൾ പുറത്തേക്കുണ്ട്. പുറത്തെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട്, ഇപ്പം നമുക്ക് സിംഹമുള്ളത്, ഇന്ത്യയിൽ സിംഹമുള്ളത് ഗിർ ഫോറസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അങ്ങ് നോർത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്ന, ഹിമപ്പുലി എന്ന് പറയുന്ന ജീവിയൊക്കെ നമുക്ക് ആ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പീഷീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അതിൽ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഹത്തിൻ്റെ ചിത്രം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഗിറിൽ ഒരു തവണ പോകണമെന്നുണ്ട്. അതുപോലെ തന്നെ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ഹിമപ്പുലികളുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഹിമപ്പുലികളുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരുപാട് പക്ഷികളും ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആ ഒരു
മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പലതരത്തിലുള്ള പക്ഷികളുണ്ട്. അവരുടെയൊക്കെ ചിത്രങ്ങൾ എടുക്കണമെന്നുണ്ട്. പിന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ആമസോൺ ഫോറസ്റ്റ്. അവിടെയും പലതരത്തിലുള്ള പക്ഷികളുണ്ട്. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കണം. ഓക്കെ, സൂപ്പർ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഈ ഒരു കർമ്മ മേഖലയിൽ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ ആവശ്യമായിട്ട് വരും. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ? ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് വൈഫാണെങ്കിൽ, വൈഫും ഫോട്ടോഗ്രാഫറാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററിയുടെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയത് വൈഫായിരുന്നു. യെസ്, കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയതുകൊണ്ട് തന്നെ അച്ഛനും താല്പര്യമാണ്. പിന്നെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നാട്ടിലൊക്കെ എന്ത് ജീവി ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു നിശാശലഭത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിളിക്കും, വാ ക്യാമറ എടുത്ത് പെട്ടെന്ന് വാ, സാധനം വന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ആനയുടെ ആണെങ്കിലും കുറുനരിയുടെ ആണെങ്കിലൊക്കെ മനുഷ്യനായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള ജീവികളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറെ ഏതെങ്കിലുമൊക്കെ ജീവികളുണ്ടാവോ മനുഷ്യനായിട്ട് കുറച്ചുകൂടെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ളത്? അതിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായിട്ടുള്ള മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷി. പക്ഷിയെ പറ്റി ഒരു എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ എന്താണ്, ഏകപത്നി എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. ഒരു സമയത്ത് ഒരു ഇണ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കൂടുണ്ടാക്കി കൂട്ടിൽ മുട്ടയിട്ട് പെൺപക്ഷിയാണ് അടയിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആൺപക്ഷിയാണ് പോയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഈ ഫീമെയിലിന് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആൺപക്ഷിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ കൂട്ടിലുള്ള മുട്ടയും അതുപോലെ കുട്ടിയുണ്ടെങ്കിൽ കുട്ടിയും ഈ അമ്മ വേഴാമ്പലും എന്ത് ചെയ്യും, അവിടെ മരണപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു മെയിലിനുള്ളത്. പിന്നെ വേഴാമ്പലിനെ പറ്റി പറയുന്ന സമയത്ത് പറയേണ്ട ഒന്നാണ്, പണ്ട് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, മഴ പെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ വേഴാമ്പലുകൾ വെള്ളം കുടിക്കുക എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല. വേഴാമ്പലുകൾ കൊക്ക് ഒരു വ്യത്യസ്ത ഷേപ്പായതുകൊണ്ട് തന്നെ വെള്ളത്തിലൊന്നും ഇട്ട് കുടിക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുന്നത് അവർ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നാണ്. അവർ പഴങ്ങളാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പം ഈ പഴങ്ങളിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വെള്ളങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്രൂട്ട്സ് മാത്രമല്ല, അവർ കുട്ടികളുണ്ടാകുന്ന സമയത്ത് ചെറിയ പിന്നെ ഇൻസെക്റ്റുകളെ, അതുപോലെ തന്നെ പാമ്പ്, ചെറിയ മറ്റുള്ള പക്ഷികളുടെ കുഞ്ഞുങ്ങളൊക്കെ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാവാം കൊണ്ട് കൊടുക്കാറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ഇപ്പം കേരളത്തിൽ എവിടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് വേഴാമ്പലിനെ? ഈ മലമുഴക്കി വേഴാമ്പലിനെ കൂടുതലും കാണുന്നത് നമ്മുടെ പാലക്കാടിൻ്റെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ നമ്മുടെ വയനാട്ടിൽ റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ പല മേഖലകളിലും റിപ്പോർട്ടുണ്ടെങ്കിലും ധാരാളമായിട്ട് കേരളത്തിൽ കാണുന്നത് ഈ നെല്ലിയാമ്പതിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏകദേശം 4 തരത്തിലുള്ള വേഴാമ്പലുകളുണ്ട്. അതിൽ ഒരു എൻഡമിക് ആയിട്ടുള്ള ഒരു പക്ഷിയുണ്ട്, കോഴി വേഴാമ്പൽ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്, മലബാർ ഗ്രേ ഹോൺബിൽ എന്ന് പറയും. അപ്പം അത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ, അതായത് നമ്മുടെ ഈ 6 സംസ്ഥാനങ്ങളോട് പറഞ്ഞു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ എൻഡമിക്കാണ്. ലോകത്തിൽ മറ്റൊരു സ്ഥലത്ത് ഈ നമ്മുടെ കോഴി വേഴാമ്പലിനെ കാണില്ല. അപ്പം അതിനെ പലരും വില കൽപ്പിക്കാറില്ല എന്നുള്ളതാണ്. കാടിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു പക്ഷിയെ കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഗവനിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കുറച്ച് ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ നത്ത്, മൂങ്ങ, അത് തമ്മിലുള്ള എന്തോ ഒരു ഡിഫറൻസ്? അത് നമ്മൾ നേരത്തെ കാലംകോഴിയുടെ കാര്യം പറഞ്ഞല്ലോ. ഞാനൊരു തവണ ഇങ്ങനെ കാലംകോഴിയെ പറ്റി സംസാരിച്ച സമയത്ത് ആളുകൾ കമൻറ്റ് ചെയ്തത് ഇത് മൂങ്ങയല്ല, അല്ലെങ്കിൽ ഇത് നത്തല്ല എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും ഈ നത്തും മൂങ്ങയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതായത് മൂങ്ങ അല്ലെങ്കിൽ ഔൾസ് വിഭാഗത്തിലെ വലിപ്പം കൂടിയിട്ടുള്ള ജീവികളാണ്, അല്ലെങ്കിൽ പക്ഷികളാണ് മൂങ്ങ എന്ന് പറയുന്നത്. ആ മൂങ്ങ കുടുംബത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ പക്ഷികളാണ് നമ്മൾ നത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് പലരും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂങ്ങകൾക്ക് ഓരോ പേരുകളുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാലംകോഴി എന്ന് പറയുന്ന ഒരു മൂങ്ങയാണ്, മീൻകുമൻ എന്ന് പറയുന്ന ബ്രൗൺ ഫിഷോൾ എന്ന് പറയുന്ന ഒരു മൂങ്ങയുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള മൂങ്ങകളുണ്ട്. അതുപോലെ തന്നെ നത്തിൽ വരികയാണെങ്കിൽ നത്തുകളിൽ ചെമ്പൻ നത്തുണ്ട്, അതുപോലെ തന്നെ പുള്ളി നത്തുണ്ട്. അപ്പം നത്തുകളിൽ അതുപോലെ തന്നെ സ്കോപ്പോൾ എന്ന് പറയുന്ന ചെവിയൻ നത്ത് എന്ന് പറയുന്ന പക്ഷിയുണ്ട്. അപ്പം പലതരത്തിലുള്ള ജീവികളുണ്ട്. പക്ഷേ എല്ലാവരും കോമൺലി പറയുക നത്ത് അല്ലെങ്കിൽ മൂങ്ങ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പറയേണ്ട ഒന്നാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കാണാറുള്ള പൊന്മാൻ എന്ന് പറയുന്ന പക്ഷി. പൊന്മാൻ എന്ന് പൊതുവേ എല്ലാവരും ഈ മീനുകളെ കഴിക്കുന്ന പക്ഷികളെ പറയാറുണ്ടെങ്കിലും പൊന്മാൻ എന്ന് പറയുന്ന ഒരു പക്ഷിയില്ല. പക്ഷേ കോമൺ കിങ് ഫിഷർ എന്ന് പറയുന്ന ചെറിയ മീൻകൊത്തി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ എന്ന് പറയുന്ന മീൻകൊത്തി ചാത്തൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അതുപോലെ തന്നെ പുള്ളി മീൻകൊത്തി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അപ്പോൾ ഈ മീൻകൊത്തികളിൽ തന്നെ ഓരോ പക്ഷികൾക്ക് ഓരോ പേരുകളുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഇപ്പം പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പീഷീസ് തന്നെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അതിൽ തന്നെ കാക്കയുണ്ട്. കാക്ക 2 തരത്തിലുള്ള കാക്കകളുണ്ട്. അത് പലർക്കും അറിയില്ല. അതിലും കൂടുതൽ ആളുകളുണ്ട്. ഒന്ന് പേനക്കാക്ക, അതുപോലെ തന്നെ ബലിക്കാക്ക എന്ന് പറയുന്ന 2 തരത്തിലുള്ള കാക്കകളാണ് നമുക്കുള്ളത്. ഓക്കെ. ബലിക്കാക്ക എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ? അതെ, രണ്ട് കാക്കകളാണല്ലോ. ഒന്ന് ബലിക്കാക്കയും ജംഗിൾ ക്രോ എന്ന് പറയുന്നതും, ഒന്ന് ഹൗസ് ക്രോ എന്ന് പറയുന്ന പേനക്കാക്ക എന്ന് പറയുന്ന പക്ഷിയുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പം ഒരുപാട് ബേർഡ്സിനാണെങ്കിലും ആനിമൽസിനാണെങ്കിലും ഒക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നാട്ടിൽ യൂഷ്വലായിട്ട് കാണാത്ത, റെയറായിട്ട് മാത്രം കാണുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അതിൽ?
അതിൽ ഒന്ന് പറയാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ടുള്ള, അതായത് നമ്മൾ കാണാത്ത ഒരു ജീവിയാണ് കാട്ടുപൂച്ച എന്ന് പറയുന്നത്. ജംഗിൾ കാറ്റ് എന്ന് പറയും. ഓക്കെ. നമ്മുടെ നാട്ടിലേക്ക് സാധാരണയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ടൗണിലുണ്ട്, അതുപോലെ തന്നെ തീരദേശ മേഖലകളിലുണ്ട്, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഈ ഒരു കാട്ടുപൂച്ച ഉണ്ട്. പക്ഷേ നമ്മളെ കണ്ണിൽ പെടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ, വീട്ടിൻ്റെ അടുത്തുള്ള ഈ കൂറിൽ തന്നെ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല പല തരത്തിലുള്ള പക്ഷികളും വരാറുണ്ട്. പക്ഷികളിൽ ഇപ്പം പറയുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് നാഗമോഹൻ എന്ന് പറയുന്ന പക്ഷി. ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയും. അതിൻ്റെ മെയിലിന് ഭയങ്കര രസമാണ് കാണാൻ. നല്ല വെള്ള തൂവലുകളൊക്കെ ആയിട്ടുള്ള നീളത്തിലുള്ള 2 വെള്ള തൂവലുകളുള്ള പക്ഷിയാണ്. അപ്പം അതും പലരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പലർക്കും ഇതിൻ്റെ പേരറിയില്ല, അല്ലെങ്കിൽ ഇത് എവിടുന്ന് വരുന്നു എന്നൊന്നും അറിയില്ല. അതുപോലെ തന്നെ അതിൽ ഫീമെയിലാണെങ്കിൽ നിറത്തിൽ വ്യത്യാസമുണ്ട്. ഫീമെയിൽ ബ്രൗൺ നിറത്തിലാണ് ഉണ്ടാവുക, 2 വാലുകളൊന്നും ഉണ്ടാവില്ല, കുഞ്ഞായിരിക്കും. പക്ഷേ മെയിലാകുന്ന സമയത്ത് നല്ല ലെങ്തിയുള്ള 2 ടൈലൊക്കെ ഉണ്ടാവും. അപ്പം പലരും ഇതിനെ കാണുമ്പോൾ ഇതെന്ത് ജീവിയാണെന്നൊക്കെ ആദ്യം കാണുന്ന സമയത്ത് ചിലപ്പം ആലോചിച്ചിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇതിനെ കാണണമെന്നുമില്ല. കാരണം പലപ്പോഴും കാടിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഒക്ടോബർ മാസങ്ങളിലൊക്കെയാണ്. ഒക്ടോബർ മാസങ്ങളിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഒരു ഏപ്രിൽ മെയ് ഒക്കെ മഴയോട് കൂടിയിട്ടാണ് ഇവർ തിരിച്ചു പോകുന്നത്. അതായത് നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് കൂടുന്ന സമയത്ത് അവർ നമ്മുടെ നാട്ടിലേക്ക് വരികയും അതിനുശേഷം നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് തിരിച്ച് നോർത്തിലേക്ക് പോകുന്ന ഒരു പക്ഷിയാണ് ഈ നാഗമോഹൻ എന്ന് പറയുന്നത്. പേരിലും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. നാഗമോഹൻ എന്ന് പറയുമ്പോൾ നാഗം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പേര്. നാഗമോഹൻ എന്നാണ്. അതായത് നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നുള്ള രീതിയിലാണ് ആ ഒരു പേര് വന്നത്. അതേസമയം നാഗം എന്നുള്ളതും പലരും മാറി പറഞ്ഞു. നാഗം എന്നുള്ള പാമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നതിനിടയിൽ നമ്മൾ ശരിക്കും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്കലിൻ്റെ ഒരു 2 വർഷം എടുത്തിട്ടാണ് ചെയ്തതെന്ന്. അതുപോലെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട മൊമെന്റ് ഉണ്ടാവാറുണ്ട്. ഓഫ് കോഴ്സ് ഇതൊന്നും നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മുടെ കംഫർട്ട് സോണിലേക്കല്ല വരുന്നത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട്, അപ്പം അത്രയും നാളും വെയിറ്റ് ചെയ്തിട്ട് ഏറ്റവും ഒരു പെർഫെക്റ്റ് ഷോട്ട് ഉണ്ടായി എന്നുള്ളൊരു മൊമെന്റ് ഏതായിരുന്നു? അതിലേക്ക് ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെയാണ് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഷോട്ടുകളിൽ. അതിലൊരു ഷോട്ട് കുറുനരി വെള്ളത്തിൽ വന്നിട്ട് വെള്ളം കുടിക്കുന്ന, അല്ലെങ്കിൽ വെള്ളത്തിൽ വന്ന് കിടക്കുന്നൊരു ഷോട്ടുണ്ട്. അത് ഏകദേശം മാർച്ച് സമയങ്ങളിലാണ്. ഈ ഒരു അവിടെ ഉണ്ടായിരുന്ന കുളത്തിലുള്ള വെള്ളം വറ്റുന്ന സമയത്താണ് ഇവർ പിന്നെ ചൂട് സഹിക്കാൻ പറ്റാണ്ട് വെള്ളത്തിലൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ടെൻ്റൊക്കെ അടിച്ച് ആ ഒരു നല്ല മാർച്ച് മാസത്തെ വെയിൽ നമുക്ക് അറിയാമല്ലോ, അത്രയും ചൂടിൽ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു ഷോട്ടൊക്കെ കിട്ടിയത്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് പറയാൻ പറ്റാത്തതാണ്. ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 1 ദിവസം 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഷോട്ടുകൾ കിട്ടാത്ത അവസ്ഥയുണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും കാട്ടിലേക്ക് ഒരുപാട് പോയിട്ടുള്ള ആളാണ്. സോ ഏത് കാടാണ് ശരിക്കും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് എത്തിയ ഒരിടം? കാട് എന്ന് പറയുന്നത് എല്ലാ കാടിനും ഓരോ തരത്തിലുള്ള പിന്നെ സൗന്ദര്യമുണ്ട്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ കാടുകൾ തന്നെയാണ്. അപ്പം കേരളത്തിൻ്റെ കാടിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് വേറെ ഏത് കാട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടുതൽ നമ്മുടെ കേരളത്തിലെ കാടുകൾക്ക് തന്നെയാണ്. ഒന്ന് നല്ല പച്ചപ്പാണ്, കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിര് നൽകുന്ന ഒരു കാഴ്ചകളാണ് നമ്മുടെ കേരളത്തിലെ കാടുകൾ. കേരളത്തിൽ കാട് മാത്രമല്ല, കേരളം എന്ന് പറയുന്നത് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമ നൽകുന്നതാണല്ലോ. അപ്പോൾ കേരളത്തിലെ കാടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ നമ്മുടെ കാടുകളിൽ കൂടുതലൊക്കെ എവർഗ്രീൻ ഫോറസ്റ്റുകളുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് മനസ്സിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ഒക്കെ തന്നെ നല്ലൊരു എനർജി നൽകുന്നതാണ്. ഇപ്പം ഈ കാട്ടിലേക്ക് ഒരുപാട് തവണ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ കാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, പേടിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള എക്സ്പ്രഷൻസും ഉള്ളൊരു അനുഭവം തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒന്ന് ഏതായിരിക്കും? അതിൽ പറയാനുള്ളത്, ഞാനൊരു തവണ ഇങ്ങനെ കാട്ടുപോയ സമയത്ത് നമ്മൾ ഫീൽഡിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ നല്ല മഴയായതുകൊണ്ട് ക്യാമറ ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന വാച്ചർ പറഞ്ഞു ടൈഗറിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ബക്ക്മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെ ഫോളോ ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് അവിടെ ഒരു പാറയിൽ ഇങ്ങനെ ടൈഗർ ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ ആദ്യത്തെ സൈറ്റിംഗ് ആണ് ടൈഗറിൻ്റെ. അപ്പോൾ ക്യാമറ ബാഗിലായതുകൊണ്ട് ആ ഒരു ചിത്രം എടുക്കാൻ പറ്റിയില്ല. ഈ പറഞ്ഞ ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ ടൈഗർ നമ്മളെ കാണുമ്പോഴത്തേക്കും പേടിച്ച് കാട്ടിലേക്ക് കയറി ഓടിപ്പോയി. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു. കാരണം നമുക്കൊരിക്കലും ആ ഒരു ചിത്രം പകർത്താൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു ചിത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. അത് എപ്പോഴും ഒരു ഡ്രീമാണ്. കാരണം കേരളത്തിലെ കാട്ടിലൊരു ടൈഗർ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ചിത്രം ഏത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിമാണ്. അത് പകർത്താൻ പറ്റിയില്ല, എന്നാലും കണ്ണിൽ അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം ഇപ്പോഴും ഉണ്ട്. അതാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിമിഷം. അതെന്താ ടൈഗർ അങ്ങനെ പർട്ടിക്കുലർ ആയൊരു സീന് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്? ഒന്ന്, നമ്മളെ കേരളത്തിൽ ടൈഗറിനെ കാണാൻ സൈറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ റെയറാണ്. അപ്പം അതിൽ ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസിൽ ടൈഗർ കിടക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പിന്നെ എന്താ പറയുക, ഒരു ബിഗ് കാറ്റ് നല്ലൊരു ഓപ്പണായ സ്ഥലത്ത്
കിടക്കുന്നത് എപ്പോഴും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ ഒരു ഡ്രീം ഷോട്ടുകളാണ്, ഓക്കെ. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാവും. അപ്പോൾ നമുക്കിപ്പം കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓഫ് കോഴ്സ് കാട്ടിലെ രാജാവ്, ലയൺ ഉണ്ട്, അതുപോലെ തന്നെ ആന, ഏറ്റവും വലിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒന്നായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വൈ ടൈഗർ എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ അതിൽ നേരത്തെ പറഞ്ഞ പോലെ കാട്ടിലെ രാജാവ് സിംഹം എന്ന് പറയുമ്പം എനിക്കതിലൊരു ചെറിയൊരു തിരുത്ത്. കാട്ടിലെ രാജാവ് ശരിക്കും സിംഹമല്ല, കടുവയാണ്. കാരണം അങ്ങനെ പറയാനുള്ളൊരു കാരണം ശരിക്കും ഒരു രാജകീയമായ ജീവിയാണ് ഈ കടുവ എന്ന് പറയുന്നത്. കാരണം കടുവയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പൂച്ചകൾ വരാറുണ്ടല്ലോ, അപ്പോൾ വേറൊരു പൂച്ച വരുന്ന സമയത്ത് ഈ രണ്ട് പൂച്ചകൾ തമ്മിൽ അടികൂടാറുണ്ട്. കാരണം ഇത് എൻ്റെ ഒരു ടെറിട്ടറിയാണ്, ആ ടെറിട്ടറിയിലേക്ക് മറ്റൊരു പൂച്ച വരുന്ന സമയത്ത് തമ്മിലുള്ള അടി അതേപോലെ തന്നെയാണ് ഈ ടൈഗറിൻ്റെ ഒരു ടെറിട്ടറിയിലേക്ക് മറ്റൊരു ടൈഗർ വരുന്ന സമയത്ത് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒരു ടൈഗറിൻ്റെ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 25 സ്ക്വയർ കിലോമീറ്ററാണ് ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അതിലേക്ക് മറ്റൊരു മെയിൽ ടൈഗർ വരുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ഫീമെയിലിന് വേണ്ടിയിട്ട് മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈഗർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു ജീവിയാണ് ടൈഗർ എന്ന് പറയുന്നത്. അതുപോലെ മാത്രമല്ല ഭക്ഷണത്തിലാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു രീതിയാണെങ്കിൽ പോലും ടൈഗർ ഒരു എന്താ പറയുക, ഒരു കിങ്ങിൻ്റെ ഒരു രീതി ഫോളോ ചെയ്യുന്ന ഒരു ജീവിയാണ് ടൈഗർ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ടൈഗർ നടക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അതെ പവറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഒരു കാര്യം, ഈ നമ്മളിപ്പം ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഈ കാട്ടിലെ അല്ലെങ്കിൽ കാടിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിക്കും ടൈഗറാണ്. അങ്ങനെ പറയാനുള്ള കാരണം കാടിൻ്റെ ഒരു പോപ്പുലേഷൻ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ മാനിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെയുള്ള ആ കാടുകൾ നശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ പിന്നെ എന്താ പറയുക, സസ്യാഹാരികളുടെ എണ്ണം കൂടുമ്പോൾ ആ അടിക്കാടുകൾ നശിക്കുകയും പിന്നെ ആ കാട് പതിയെ പതിയെ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പുല്ലുകളൊക്കെ കഴിക്കുന്ന, അതായത് സസ്യബുക്കുകളെ കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ജീവി എന്ന് പറയുന്നത് ടൈഗറാണ്. അപ്പോൾ അതിൽ കൂട്ടി പറയേണ്ട ഒരു കാര്യം, പിന്നെ നമ്മളിപ്പം കുടിക്കുന്ന വെള്ളം കിട്ടുന്നത് ശരിക്കും കാടുകളിൽ നിന്നാണ്. അപ്പോൾ കാട്ടിലൊരു കടുവ ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വെള്ളം കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടുവയില്ലെങ്കിൽ അവിടെയുള്ള സസ്യാഹാരികൾ കൂടും, അപ്പം ആ അടിക്കാടുകൾ നശിക്കും, അങ്ങനെ കാട് നശിക്കും. കാട്ടിൽ നിന്നുണ്ടാവുന്ന ചെറിയ അരുവികളിലൂടെയാണ് നമ്മുടെ നാട്ടിലേക്ക് പുഴ വരുന്നത്, ആ പുഴയിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഈ വെള്ളം ഉണ്ടാവുന്ന സോഴ്സ് എന്ന് പറയുന്ന വലിയൊരു കാടിനെ അവിടെ നശിക്കാനുള്ള സാധ്യതയുണ്ട് ടൈഗർ ഇല്ലെങ്കിൽ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ രാജാവ് ആരാണ്? ടൈഗറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു ഇക്കോസിസ്റ്റം ഇതിനെ ബാലൻസ് ചെയ്യുന്നത് ടൈഗറാണ്. പക്ഷെ നമ്മൾ ആരും അറിയില്ല. ഇപ്പം ടൗണിൽ ജീവിക്കുന്ന ഒരാൾക്ക് കാട്ടിലെ കടുവെള്ളമുണ്ടാണ് വെള്ളം കിട്ടുന്നത് അയാൾക്ക് അറിയില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു ബേസിക്കലി ഉള്ള ഒരു സംഭവം. അപ്പോൾ തിരുത്തപ്പെടേണ്ട സമയമല്ലേ, ടൈഗറാണ്. പക്ഷെ ഇത് നമ്മൾ പണ്ട് പഠിച്ച കഥയിലാണ് ഈ കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് പറഞ്ഞത്. അത് ആരോ എഴുതിയത് നമ്മളങ്ങനെ ശീലിച്ചു വന്നു എന്ന് മാത്രം. നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ശരി എന്നുള്ളത്. ഇപ്പം അതേപോലെ ഇക്കോസിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം മാന് കൂടുകയാണെങ്കിൽ നമ്മുടെ വനം നശിക്കുന്നു എന്നുള്ള രീതിയിൽ മാന് കൂടുക എന്നുള്ള മാത്രമല്ല ഏത് സസ്യജീവികളുടെ എണ്ണം കൂടുന്ന സമയത്ത് ആ ഒരു കാടിന് ഒരു നാശമുണ്ട്. അത് ഏത് ജീവിയാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ എണ്ണം കൂടുമ്പോൾ ആ ഭൂമിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നില്ല. അത് ഏത് സ്പീഷീസ് ആണെങ്കിൽ എണ്ണം കൂടുമ്പോൾ അത് മറ്റൊരു ജീവിയെ ബാധിക്കുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇക്കോസിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഓരോ ആനിമലും അവരുടേതായിട്ട് റോൾ ഉണ്ട് ഈ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ കാര്യത്തിൽ. അപ്പം നമ്മൾ കറന്റ്ലി ഇപ്പം നമ്മളെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ വംശനാശമോ അങ്ങനെ അല്ലാണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും മാറ്റം വരുന്ന രീതിയിൽ ഇപ്പം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അതിൽ പറയേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ കുറുനരീൻ്റെ കാര്യം പറഞ്ഞല്ലോ. കുറുനരികൾ ഞാൻ പറഞ്ഞു, പിന്നെ ഈ മറ്റുള്ള ജീവികളുടെ ഒക്കെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പം നാട്ടിലില്ല, അതായത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കുറുക്കൻ എന്ന് പറയുന്ന സാധനം. ആ കുറുക്കൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായതോടുകൂടി ഈ കാട്ടുപന്നികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏത് പ്രദേശത്ത് പോയാലും ഒരുപാട് കാട്ടുപന്നികളെ രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. അത് കർഷകർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ ചെയ്യുന്ന കൃഷിനൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറുക്കൻ അല്ലെങ്കിൽ ഈ കുറുനരികളുടെ ഒക്കെ എണ്ണം കുറയുമ്പം അത് മറ്റൊരു സ്പീഷീസ് അവിടെ വർദ്ധിക്കുന്നുണ്ട്. അപ്പം അത് ശരിക്കും നമ്മുടെ ഇക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളെ കർഷകരെ ബാധിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഈ അടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. സോ അതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതായിരുന്നു? അതിൽ ഒരു കൊമ്പനാന ഇങ്ങനെ എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു വരുന്ന ഒരു ചിത്രമുണ്ട്. അതാണ് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗങ്ങളിലൊന്നാണ് ആന എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പനാന ഇങ്ങനെ നടന്നു വരുന്നൊരു ഫ്രെയിം ഇപ്പോഴും വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്.
അത് മാത്രമല്ല ആനേൻ്റെ നമ്മൾ നേരത്തെ കടുവേൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ആനകളും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മൃഗമായിരിക്കും ആന. അപ്പം കാട്ടിൽ കടുവ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജീവി ആനയാണ്. ആനയിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം അതിൽ ആനകൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ജീവികളാണ്. ആ ഒരു കുടുംബത്തിന് പിന്നെ നേതൃത്വം കൊടുക്കുന്നത് ഫീമെയിൽ ആയിരിക്കും. ഒരു പെണ്ണാനയായിരിക്കും ആ ഒരു ഗ്രൂപ്പിന് ലീഡറായിട്ടുണ്ടാവുക. അതിൽ ആണാനകൾ, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ആണാനകൾ സിംഗിളായിട്ടാണ് നടക്കുക. അതായത് നമ്മൾ ഒറ്റയാന എന്നൊക്കെ പറയാറുണ്ട്. ഒറ്റയാന എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് തെറ്റിയിട്ട് നടക്കുന്ന ആനകളാണ് നമ്മുടെ ഒറ്റയാന എന്ന് പറയാം. അങ്ങനെ അതിനൊരു കാരണം പ്രകൃതി കൊടുത്തിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന് സെയിം ഫാമിലിയിലുള്ള മെമ്പേഴ്സായിട്ട് മേറ്റ് ചെയ്യുന്ന സമയത്ത് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു ഗ്രൂപ്പായിട്ട് പോയിട്ട് മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ഈ രണ്ട് ആണാനകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പിന്നെ പവർഫുൾ ആയിട്ടുള്ള മെയിലായിരിക്കും ഫീമെയിൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ രസകരമായിട്ടുള്ള കഥകൾ എല്ലാ ജീവികളിലും ഉണ്ട്, ആനകളിലും ഇതുപോലെ തന്നെ ഉണ്ട്. ഒട്ടും ചൂടും അതുപോലെ തന്നെ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. ആ ഒരു ആനേനെയാണ് നമ്മൾ പലപ്പോഴും ഉത്സവത്തിനൊക്കെ കൊണ്ടുപോയിട്ട് പൊരി വെയിലത്ത് കൊണ്ടുപോയി നിർത്തുന്നത്. അതുപോലെ തന്നെ നല്ല വെടിക്കെട്ടിൻ്റെ ഒക്കെ ഇടയിൽ കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ സമയത്താണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ ആന ഇടഞ്ഞു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും ശബ്ദങ്ങളും അതുപോലെ തന്നെ വെയിലൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരു ജീവിയെ ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടാണ് പ്രകടിപ്പിക്കുന്നത് ശരിക്കും. അപ്പോൾ കാട്ടിലെ എന്താ പറയുക, അത്രയും ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയെ ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും മറ്റൊരു വലിയൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ആനകളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് മരണങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് സംഭവിക്കുന്നൊക്കെയുണ്ട്. ആക്ച്വലി നമ്മളിപ്പം വനത്തിലൂടെ പോകുമ്പോഴാണെങ്കിലും ടെറിട്ടറി ആ വഴിയൊക്കെ പോകുമ്പോഴാണെങ്കിലും നമ്മൾ പല ബോർഡുകളും കാണാറുണ്ട്. പുറത്തിറങ്ങരുത്, ഫോട്ടോ എടുക്കരുത്, ലിറ്റർ ചെയ്യരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പക്ഷേ മനുഷ്യന്മാരാണ് നമ്മൾ ആക്ച്വലി എല്ലാം എഗെയിൻസ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളത്? അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആനേനെ പലപ്പോഴും കണ്ട് ഫോട്ടോ എടുക്കുന്നത് ഒന്ന് ആനയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷെ ആരും തിരിച്ചറിയാത്തൊരു കാര്യം, ഈ വൈൽഡായിട്ടുള്ള അതായത് മനുഷ്യനെ ഇണക്കി വളർത്താത്ത ജീവികളാണ് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ വന്യജീവികൾ എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും മനുഷ്യൻ്റെ സമീപനം ഇഷ്ടപ്പെടാത്ത ജീവികളാണ് ഈ വന്യജീവികൾ. അപ്പം അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ പോയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണ്, നമ്മളെ വീട്ടിൽ നമ്മൾ ഒട്ടും താല്പര്യമില്ലാത്ത മറ്റൊരു ജീവി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ വരുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ആ ഒരു ബുദ്ധിമുട്ട് ആന പ്രകടിപ്പിക്കുന്നത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് അവരുടെ ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചലഞ്ചസും ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടത്? ഇപ്പം ഒരു കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പം നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് മുതൽ ഒരു മൈൻഡ് സെറ്റ് വരെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ അവിടേക്ക് പോവണം. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ പ്രിക്കോഷൻസ് എടുക്കാനുണ്ടാവും. നമ്മൾ ഒരുപാട് ഇപ്പം നമ്മൾ ഇവൻ ഡ്രസ്സാണെങ്കിലും കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മൾ സ്പ്രേ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? അതിൽ പറഞ്ഞ പോലെ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് കാടിനോട് ചേർന്നിട്ടുള്ള ഡ്രസ്സുകൾ പലപ്പോഴും ഇടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ സ്പ്രേ അല്ലെങ്കിൽ അത്തർ പോലുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. കാരണം ആന പോലുള്ള ജീവികൾക്ക് പെട്ടെന്ന് സ്മെല്ല് ക്യാച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ള തിരിച്ചറിയാൻ അല്ലെങ്കിൽ നമ്മളെ സമീപത്തുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ ഈ സ്പ്രേൻ്റെ മണം അവർക്ക് സഹായകമാകും. അപ്പം അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ട്രക്കിംഗ് ഷൂസും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. കാരണം കാട്ടിൽ ആന മാത്രമല്ല പലതരത്തിലുള്ള ജീവികളുണ്ട്. അപ്പോൾ അതിൽ പാമ്പുകളുണ്ട്. അപ്പോൾ ആ പാമ്പിൽ നിന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് ബൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പാകത്തിനുള്ള പിന്നെ ഷൂസൊക്കെ ഉപയോഗിക്കേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല ചിത്രം കിട്ടില്ല എന്നുള്ളതാണ്. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഒരു കടുവേൻ്റെ ചിത്രം മിസ്സായി പോയത് ക്യാമറേൻ്റെ സേഫ്റ്റി നോക്കിയതുകൊണ്ടാണ്. പക്ഷെ ആ ഒരു സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു കാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കാട്ടിൽ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നോ എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. കാരണം നമ്മൾ വലിയൊരു ഗ്രൂപ്പായിട്ടൊന്നും ഒരിക്കലും കാട്ടിൽ പോകാൻ പാടില്ല. മാത്രമല്ല കാട്ടിൽ വലിയ രീതിയിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും കാട്ടിലാവുന്ന സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമ്മളെന്തായാലും കയ്യിൽ കരുതേണ്ടി വരും. ഓക്കെ.
ഇപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? കാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും കാടിന് ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാടിൻ്റെ റെസ്പെക്ട് കൊടുത്താൽ കാട് നമ്മളെയും റെസ്പെക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടാനും ഒരു കാരണമാവാറുണ്ട്. കാരണം നമ്മൾ എത്രത്തോളം പതുക്കെ പോകുന്നോ, ശബ്ദമില്ലാണ്ട് പോകുന്നോ, ആ സമയത്ത് കാട് നമുക്ക് വേണ്ടിയിട്ട് പല കാഴ്ചകളും സമ്മാനിക്കും. അതേസമയം കാട്ടിൽ പോയിട്ട് വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏത് ജീവികളാണെങ്കിലും, പ്രത്യേകിച്ച് പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും നമ്മളെ സമീപനം കാണുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും വിട്ടു പോവുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എപ്പോഴും കാടിനെ ഒരു റെസ്പെക്റ്റോട് കൂടി സമീപിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. ഈ പക്ഷി നിരീക്ഷണമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിട്ടാണോ, ഏതൊക്കെ രീതിയിലാണ് അത് റിസർച്ച് ചെയ്യുന്നത്? പക്ഷി നിരീക്ഷണത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ചിത്രശലഭങ്ങളെ പറ്റി ഒന്ന് പറയാം. കാരണം ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോഗ്രാഫി തുടങ്ങുന്ന സമയത്ത് ചിത്രശലഭങ്ങളായിരുന്നു ഞാൻ കൂടുതലും ആദ്യം നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന പല സസ്യങ്ങളിലും ഈ ചിത്രശലഭങ്ങളുടെ ഹോസ്റ്റ് പ്ലാന്റ് ആണ്, അതായത് മുട്ടയിടുന്ന ചെടികളാണ്. അപ്പോൾ അതിൽ കാണുന്ന പുഴുക്കളെയൊക്കെ വീട്ടിൽ കുപ്പിയിലിട്ട് അടച്ചു വെച്ചിട്ട് അത് വിരിഞ്ഞിറങ്ങുന്നത് ചിത്രശലഭമാണെന്നൊക്കെ നോക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് ഞാൻ പക്ഷികളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ പക്ഷികളിലേക്ക് വന്ന സമയത്ത് പിന്നെ പക്ഷികളെ പറ്റിയിട്ടുള്ള പല പുസ്തകങ്ങളിലൂടെയും പക്ഷികളുടെ പേരുകൾ അറിയാൻ പറ്റി. അങ്ങനെ അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ ക്യാമറ കിട്ടിയ സമയത്ത് ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഒരു പക്ഷി നിരീക്ഷണത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ പക്ഷികൾ നമ്മളെ സമീപനം അറിയുമ്പോഴത്തേക്കും പറന്നു പോകാറുണ്ട്. അപ്പം ഒന്ന്, ഒരു പക്ഷി നിരീക്ഷണം ചെയ്യുന്ന സമയത്ത് ഒന്ന് നമുക്ക് പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടിട്ട് നമുക്ക് പക്ഷികളെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ പക്ഷികളെ നേരിട്ട് കണ്ടിട്ട് അവരുടെ തൂവലുകളുടെ നിറങ്ങൾ, ഷേപ്പ്, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പക്ഷികളെ തിരിച്ചറിയാൻ പറ്റും. കൊക്ക്, കാലിൻ്റെ ഷേപ്പ്. അപ്പം ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് പക്ഷികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയാണ് പക്ഷികളെ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരുപാട് ആനിമൽസിനെ കുറിച്ച് മിത്ത് സ്റ്റോറീസ് കേൾക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ട് വളർന്ന ഓരോരോ കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറുക്കൻ്റെ ഓരിയിടലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാമ്പുകളുടെ കാര്യം, അങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട്. അത് എത്രത്തോളം റിയാലിറ്റി ആയിട്ട് ഒരു പങ്കുണ്ടാവും അതിന്? അതിൽ പറയേണ്ട ഒന്നാണ് കാലൻകോഴികളെ പറ്റിയിട്ട്. പലരും കേട്ടിട്ടുള്ള കഥയായിരിക്കും. കാലൻകോഴി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ കാലൻ്റെ കോഴി എന്നുള്ള രീതിയിൽ പലരും കണക്ട് ചെയ്യാറുണ്ട്. കാലൻകോഴി അല്ലെങ്കിൽ നെടുവുളാൻ, അതുപോലെ തച്ചൻ കോഴി, അങ്ങനെ പല പേരിൽ ആ പക്ഷിനെ അറിയപ്പെടാറുണ്ട്. മോട്ടൽഡ് വുഡ് ഔൾ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. അപ്പോൾ ഈ ഒരു പക്ഷി കരഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഒരു മരണം സംഭവിക്കുന്നുള്ള ഒരു കഥയാണ് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. ശരിക്കും ആ ഒരു പക്ഷി കരഞ്ഞാൽ പക്ഷി പോലും അറിയില്ല ആ നാട്ടിലൊരു മരണം സംഭവിക്കുന്നുള്ളതാണ്. പക്ഷേ പലരും ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാരണം പക്ഷിക്ക് ഒരിക്കലും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പല മിത്തുകളും ആ ഒരു പക്ഷിയുടെ പുറകിലുണ്ട്. പക്ഷികളിൽ മാത്രമല്ല, പാമ്പുകളിലുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പാമ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാറുണ്ട്. ആ ഫൈറ്റ് ചെയ്യുന്നത് പിന്നെ ശരിക്കും എന്താ പറയുക, മേറ്റിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കാൻ പാടില്ല, അത് നമ്മളെ വന്ന് കൊത്തുന്നൊക്കെയുള്ള ഒരു മിത്തായ കഥകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ജീവികളിൽ അല്ലെങ്കിൽ ജീവികളിലെ ബേസ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള മിത്ത് കഥകളുമുണ്ട്. ഓക്കെ. നമ്മുടെ ഇപ്പം ഇക്കോ സിസ്റ്റം ഇതേപോലെ തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എന്താ അഭിജിത്തിന് പറയാനുള്ളത്? ഞാൻ ശരിക്കും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആദ്യം ഞാൻ കുറേ ഫോട്ടോ എക്സിബിഷനൊക്കെ നടത്തുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ആ ഒരു ട്രെൻഡ് മാറി നമ്മളിപ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലേക്ക് വന്ന സമയത്ത് ഞാൻ ഇത്തരത്തിലുള്ള റീൽ അല്ലെങ്കിൽ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള റീലൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞാനെടുത്ത ചിത്രങ്ങളുടെ ഒരു സൗന്ദര്യം ആളുകളിലേക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ചിത്രം കണ്ടിട്ടെങ്കിലും ആളുകൾക്ക് എന്ത് ചെയ്യണം, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആളുകളിൽ ഇതിലേക്ക് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. അതിനോടൊപ്പം തന്നെ ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും പക്ഷികളെ പറ്റിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകൾ കുട്ടികൾക്ക്, കാരണം അവരാണല്ലോ അടുത്ത തലമുറ എന്ന് പറയുന്നത്. അപ്പം അവരിലേക്ക് ഇതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റുള്ള നല്ല എന്താ പറയുക, ഇതിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് പർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും ഏജ് കാറ്റഗറി ഉണ്ടോ? പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഏത് രീതിയിലാണ്? സ്കൂൾ സ്റ്റുഡൻസിന് മാത്രമാണോ? അല്ല, ഞാൻ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. കാരണം ഒന്ന്, അവരുടെ സിലബസിൽ ഓൾറെഡി ഫോട്ടോഗ്രാഫി ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്കൂൾ അല്ലെങ്കിൽ പിന്നെ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമായിട്ട് ഇതിനൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ കുറേ പേര് സമീപിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ പോയിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രക്കിങ് ചെയ്യാറുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പറമ്പിക്കുളത്ത്, അതുപോലെ തന്നെ പെരിയാറിലൊക്കെ നമുക്ക് വൈൽഡ് ലൈഫ് ട്രക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഈ കാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവല്ലോ നമുക്കിടയിൽ.
അപ്പോൾ അവർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഏരിയ. അവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഫോട്ടോഗ്രാഫിയുള്ളവരും ഇഷ്ടമുള്ള ആളുകൾ മാത്രമല്ല, കാട് കാണാനും അതുപോലെ പക്ഷികളെ അവരുടെ ശബ്ദങ്ങൾ കേൾക്കാനും കാടിൻ്റെ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തീർച്ചയായും അതിൽ വരാറുണ്ട്. ഇപ്പം കുറേ ആനിമൽസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്പീഷീസിനെ കുറിച്ചിട്ടും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകുമ്പം നമ്മളൊരു റിസർച്ചർ കൂടെ ആവണം. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ ഫൈൻ, ഒരു പെർട്ടിക്കുലർ ആനിമലിനെ കണ്ടാൽ, ഒരു ബേർഡിനെ കണ്ടാൽ ആ ഒരു ഫോട്ടോ എടുത്താൽ മതി എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി നടത്തുന്നത്? ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഓരോ ആനിമൽസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? നമ്മൾ ഓൾറെഡി ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുള്ളതാണ് ഓരോ ജീവികളെ പറ്റിയിട്ട്. കാരണം ഒരു തെറ്റിദ്ധാരണയുള്ള പലർക്കും ഈ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ജീവികൾ നമ്മളെ മുന്നിൽ ഇങ്ങനെ എന്താ പറയുക, സൂവിലൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പോലെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഓരോ ജീവികളെയും പിന്നെ അവരുടെ ബിഹേവിയർ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള കോമൺ കിങ്ഫിഷർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കിങ്ഫിഷറിലെ ഏത് പക്ഷികളാണെങ്കിലും മീൻകൊത്തി പക്ഷികളിൽ അവർക്കുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു കൊമ്പിൽ ഇരുന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോയിട്ട് മീനെ കൊത്തിയിട്ട് ഇരുന്ന് അതേ സ്പോട്ടിൽ തന്നെ വന്നിരിക്കും. അപ്പോൾ ആ വരുന്ന സമയത്ത് അവർ പറന്നു വരുന്ന നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടും. അത് അതിൻ്റെ ഒരു ബിഹേവിയർ അറിയുന്നതുകൊണ്ടാണ്. അത് പറന്നു പോയപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടുള്ള ഒരാളാണെങ്കിൽ അയ്യോ അത് പോയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അത് നമുക്ക് ആ ഒരു ബിഹേവിയർ അറിയെങ്കിൽ ആ ഒരു സ്പോട്ടിലേക്ക് വരും. അപ്പോൾ അതിനനുസരിച്ച് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടും. അതുപോലെ തന്നെ വേലിത്തത്ത എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അതിൻ്റെ ബിഹേവിയർ ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നിട്ട് മറ്റു പറന്നു പോയിട്ട് തുമ്പികൾ അല്ലെങ്കിൽ ചെറിയ ഇൻസെക്റ്റിനൊക്കെ പിടിച്ചിട്ട് ആയിരുന്ന് അതേ സ്പേസിൽ വന്നിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ജീവികളിൽ അവരുടേതായ ഒരു ബിഹേവിയർ ഉണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവരുടെ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റ്സ് എങ്ങനെ, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് കാര്യങ്ങൾ? വൈൽഡ് ലൈഫിൽ പൊതുവേ നമുക്ക് ഒന്ന് ടെലി ലെൻസ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ടെലി ലെൻസ് മാത്രമല്ല, ഇപ്പോൾ ഇൻസെക്റ്റിൻ്റെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാക്രോ ലെൻസ് വേണ്ടി വരും. പിന്നെ കുറച്ചുകൂടിയും എന്താ പറയുക സ്പീഡിലുള്ള ക്യാമറകൾ ഉപയോഗിക്കേണ്ടി വരും. FPS കൂടുതൽ, ഫ്രെയിം പെർ സെക്കൻഡ് കൂടുതലുള്ള ക്യാമറകൾ ഉപയോഗിക്കേണ്ടി വരും. ഫാസ്റ്റായിട്ടുള്ള ക്യാമറയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമുക്കതിൽ ഒരു ഇമേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് ഒരിക്കലും നമുക്ക് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും പിന്നെ നല്ലൊരു എക്യുപ്മെൻറ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എപ്പോഴും വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും വെട്ടം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എപ്പോഴും ഓപ്പണിങ്ങുള്ള ലെൻസുകളാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. അതായത് 2.8 നല്ല ഓപ്പണിങ്ങുള്ള ലെൻസുകളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ പലരും ഈ ഒരു മേഖലയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഒന്ന് ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം പ്രത്യേകിച്ച് വലിയ ടെലി ലെൻസ് അതുപോലെ തന്നെ വലിയ ക്യാമറകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് വരാറുണ്ട്. പിന്നെ പലരും എനിക്ക് എന്നോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ശരിക്കും ഇതിലേക്ക് വന്നത് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് മാത്രം വന്ന ഒരാളാണ്. നമുക്ക് ഏൺ ചെയ്യാം. ഇതുപോലുള്ള വൈൽഡ് ലൈഫ് സഫാരികളും ടൂറുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പറ്റില്ല എന്നുള്ളതല്ല, പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ ഇതിന് സാധ്യത കുറച്ച് കുറവാണ്. ഇപ്പം വൈഫിൻ്റെ കാര്യമാണെങ്കിലും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും സെയിം ഫീൽഡാണ്. ഓഫ് കോഴ്സ് യെസ്, നമുക്ക് കേൾക്കുമ്പോൾ തോന്നും എന്താണ് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ. പിന്നെ നിങ്ങളിപ്പം കാട്ടിലേക്കാണെങ്കിലും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോകാറുണ്ടോ? ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയുള്ളൊരു കാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ അതിനുശേഷം കൂടെ കൂട്ടി. പിന്നീട് ഫുള്ള് ഒരുമിച്ചുള്ള യാത്രകളായിരുന്നു. അതിന് മുമ്പ് ഒറ്റയ്ക്കായിരുന്നു വരുന്നത്. പിന്നീട് കൂടെ ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും സപ്പോർട്ടാണല്ലോ. പ്രത്യേകിച്ച് വൈഫാവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ വൈഫ് കൂടുതലും പിന്നെ ബട്ടർഫ്ലൈസിനൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എൻ്റെ കുറേ കാര്യങ്ങൾ വൈഫിനും പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഷെയറിങ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ നല്ല പേഷ്യൻസ് ഉണ്ടാവും. പിന്നെ ആള് എന്നെക്കാളും മുമ്പേ ഈ ഒരു ഫീൽഡിൽ വന്ന ഒരാളാണ്. ആളും ചിത്രശലഭങ്ങളൊക്കെ നിരീക്ഷിച്ച് അങ്ങനെ തുടങ്ങിയ ഒരാളാണ്. പിന്നെ പേരെന്താണ്? പേര് ഐശ്വര്യ പോയിൽക്കാവ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള പേര്. പിന്നെ അപ്പോൾ ഒരു ആഡ് ഓൺ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അല്ലേ, ലൈഫിലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും ഒക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം വീഡിയോ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് റിസർച്ചിനാണെങ്കിലും ഒക്കെ കൂടെ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ കുറുനരിയെ കുറിച്ചുള്ള റിസർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി അതേപോലെ എന്തെങ്കിലും മറ്റ് സ്പീഷീസിൽ എന്തെങ്കിലും റിസർച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവോ? അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഒരുപാട് ജീവികളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാം അല്ലേ? നോക്കാം. ഓക്കെ, തീർച്ചയായും. എന്തായാലും ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ഒരുപാട് പുതിയ റെക്കഗ്നീഷൻ ഒക്കെ ഉണ്ടാവട്ടെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.